ബസ്സിലങ്ങനെ പോയി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കാരണം എൻ്റെ കോളേജും ഞാൻ പഠിച്ച സ്കൂളൊക്കെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ബസ്സിൽ പോയപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്, എരുമപ്പെട്ടി. 2-3 ദിവസങ്ങളായിട്ട് ഞാൻ വീട്ടിലിരിക്കാറില്ല, കാരണം ഓട്ടമാണ്. അങ്ങനെ ഇപ്പോൾ എരുമപ്പെട്ടിയും കൂടി പോയിട്ട് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം മിൽമിയുടെ വീട്ടിലേക്കാണ്. അതും വെറുതെ അല്ല കേട്ടോ, ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, അത് ചെയ്യാനാണ് ശരിക്കും ഞങ്ങൾ പോകുന്നത്. കണ്ടില്ലേ വിശപ്പ്. രണ്ടാമത്തെ ബസ് കയറിയപ്പോൾ ഇവനൊരു കപ്പലണ്ടിക്കാരനെ കണ്ടു, അത് വാങ്ങി. അത് ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. പിന്നെ വീണ്ടും വിശപ്പ്. ഞങ്ങളിതിൽ എത്ര വട്ടം ഫുഡ് കഴിച്ചു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടു. അങ്ങനെ അതും കഴിച്ചു. ഇത് 20 എണ്ണൊക്കെ വാങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഡാവെത്തിയിട്ട് വേറെ 2 വണ്ടിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ അവൻ്റെ വീടെത്തി. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം. അവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതൊക്കെ ആദ്യമായിട്ടൊക്കെ കാണണം, ഇങ്ങനെ തൊഴുത്തും അതൊക്കെ. പിന്നെ നമ്മൾ വന്നത് പ്രൊജക്റ്റിനാണല്ലോ. അങ്ങനെ കയറിയിരുന്നു ഞങ്ങൾ. എഴുതലും വരയ്ക്കലും കുത്തലും പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയൊരു വെബ്സൈറ്റ് ആയിരുന്നു. പിന്നെ കുറേ നേരം ഇരുന്നു, പിന്നെ കുറേ നേരം കിടന്നു. എങ്ങനെയൊക്കെയാണോ അത് ചെയ്ത് തീർത്തിയെന്ന് അവനറിയില്ല. ലാസ്റ്റ് വീണ്ടും വിശപ്പിൻ്റെ വിളി. ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഞാനവിടെ ആദ്യമായിട്ടാണ് പോണത്. ആയിരുന്നു തിന്നണോനൊക്കെ 2-3 വട്ടമൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതും മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്ന രീതിക്കല്ല അവരെന്നെ കണ്ടത്. ഇവൻ പറഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. ഞാനവിടെ ഭയങ്കര ഫേമസ് ആണ്, എൻ്റെ വ്ളോഗ് കാണുന്ന കുറേ പേരുണ്ട്. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇനി പോകുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കണ്ട ഒരു വ്യൂ ഇതാണ്. പട്ടിക്കുട്ടി അല്ല കേട്ടോ ആ പാടം. പട്ടിയും കൊള്ളാം, എല്ലാവരുമായിട്ടും ഞാൻ ഭയങ്കര സിങ്കായി. പട്ടി, പൂച്ച, പശു അവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കഴിച്ച് വയ്യാണ്ടായി എനിക്ക്, കാരണം അത്രയും ഫുഡ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയും വരുന്നത്, കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. ഭയങ്കര പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, കാരണം അടിപൊളി സ്ഥലം. അങ്ങനെ പിന്നെ നമുക്ക് നേരെ തിരിച്ച് കോളേജിൽ പോകണമല്ലോ, പ്രൊജക്റ്റ് ഉണ്ടല്ലോ. അപ്പം ശരി, ബൈ.